ഹോണ്ട അമേസ് 2013 മോഡൽ വണ്ടി, പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ഓയിൽ ലീക്കായിട്ട് വന്നത് കണ്ട. ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ഓയിൽ ഒലിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടോ? ഇതാ എൻജിൻ്റെ സൈഡൊക്കെ ഇതിലേ ഒലിച്ചിറങ്ങി ഗിയർ ബോക്സ് കൂടെ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ ഇതിൻ്റെ അകത്തൂടെയൊക്കെ കാണാം. അപ്പോൾ വണ്ടി കുറച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നാണ്. മൊത്തം ഓയിലടിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വാൾക്കർ പാക്കിങ് ലീക്കായിട്ട് എഞ്ചിൻ ഓയിലാണ് ലീക്കാകുന്നത്. എഞ്ചിന് കസ്റ്റമർ ഇടയ്ക്കിടയ്ക്ക് എഞ്ചിൻ ഓയിൽ ടോപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ചെറിയ ലെവൽ കുറവ് വന്നിട്ട് ടോപ്പ് ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ വാൾക്കർ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിസ്സാര ഇതാ ചെറിയൊരു സാധനം ഉണ്ടാ, ചെറിയ റബ്ബറിൻ്റെ പാക്കിങ്ങാണ് വരുന്നത് കണ്ട. ചെറിയ നിസ്സാര പൈസ ഉള്ളൂ, 500 രൂപ താഴെ വരുന്നുള്ളൂ സാധനത്തിന്. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ഇതുപോലെ മാനിഫോൾഡ് കണ്ടാ, വാൾക്കവർ പാക്കിങ്ങിന് വാൾക്കവറിൻ്റെ മുകളിൽ മാനിഫോൾഡ് വരുന്ന ടൈപ്പ് ആകുമ്പോൾ കുറച്ച് സമയം എടുക്കും. അഥവാ പണി കുറച്ച് ഉണ്ടാ. എയർ ഫിൽറ്റർ കേസ് മൊത്തമായിട്ട് അയച്ചെടുക്കണം. ത്രോട്ടിൽ ബോഡിയിലെ വരുന്ന ഭാഗത്തു നിന്ന് മൊത്തം അയച്ചെടുക്കണം. അതിന് ശേഷം മാനിഫോൾഡിൻ്റെ ബോൾട്ടൊക്കെ ഞാൻ ഓൾറെഡി അയച്ച് 5-6 ബോൾട്ട് വരുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത്, ഫ്രണ്ടിൽ ഭാഗത്ത് ഈ താഴെയായിട്ട് ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് അയച്ച് ഇതിൻ്റെ ബാക്കിലത്തെ ക്ലാമ്പൊക്കെ അയച്ചിട്ട് വേണം എടുക്കണമെങ്കിൽ. ത്രോട്ടിൽ ബോഡിയൊക്കെ സപ്പോർട്ടായിട്ടില്ല, ഇവിടെ വേറൊരു ക്ലാമ്പ് ഉണ്ട്, അതൊക്കെ അയച്ചിട്ട് വേണം എടുക്കണം. അയച്ചിട്ട് മൊത്തം ഇങ്ങനെ പുറത്തേക്ക് പൊക്കിയെടുക്കണം. ഇങ്ങനെ പൊക്കിയെടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് അല്ല മാനിഫോൾഡ് അയച്ചു കഴിഞ്ഞാൽ വാൾക്കവർ പാക്കിങ്ങിന് ഫ്രീ ആയിട്ടുണ്ടാകുക. അപ്പോൾ ഇനി ഇഗ്നേറ്ററിൻ്റെ വയറൊക്കെ അയച്ചെടുക്കുക. അതിന് ശേഷം മാനിഫോൾഡിൻ്റെ ഈ മുകളിൽ വരുന്ന ഇതിൻ്റെ വാൾക്കവർ പാക്കിങ്ങിൻ്റെ മുകളിൽ വരുന്ന 2, 4, 6, 8 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ സംഭവം പുറത്തേക്ക് എടുക്കുക. കണ്ട അതിൻ്റെ ലീക്ക് കണ്ട താഴെയൊക്കെ ഞാൻ ഇപ്പോൾ മാനിഫോൾഡ് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് ലീക്കായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നിങ്ങൾ കറക്റ്റ് നോക്കിയാൽ മനസ്സിലാവണ്ട. ബോൾട്ടൊക്കെ അയച്ചിട്ടുണ്ട്, എല്ലാം മാറ്റിയെടുത്തതാണ്. വാൾക്കവർ പാക്കിങ്ങിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ ഓയിൽ അത്ര ഡേർട്ടി ആയിട്ടില്ല. നോക്കിയേ വാൾവൊക്കെ വരുന്ന ഭാഗം നോക്കിയേ കണ്ട, എന്ത് നീറ്റ് ആൻഡ് ക്ലീനാണ് നോക്കിയാൽ. കറക്റ്റ് പ്രോപ്പറായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുന്ന വണ്ടിക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകുക. അത് 1,00,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വണ്ടി. നോക്കിയേ കളർ കണ്ട, ഒരു പുത്തൻ കളറ്. ബാക്കി പുറമേക്ക് എഞ്ചിൻ ഓയിൽ ഇതൊക്കെ മിക്സായി ഇതായി പാക്കിങ് പോയിട്ട് ഇതാ ഈ ഒരു പാക്കിങ് ഉണ്ടാവും, ഫുള്ള് ബൾജായി പോയിട്ട് സൈഡിൽ വരുന്ന ബൾജായി പോയിട്ട് അത് ഓയിൽ പുറത്തേക്ക് വന്നത്. അത് ഓക്കെ. പക്ഷെ എന്നാലും പ്രോപ്പറായിട്ട് ഓയിൽ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾക്കാണ് ഇത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുണ്ടാ. എൻ്റെ റോക്കർ റാം സെറ്റൊക്കെ വരുന്ന നോക്കിയാൽ, റോക്കർ റാം വാൾവിൻ്റെ മുകളിൽ വരുന്ന റോക്കർ റാം, ക്യാം ഷാഫ്റ്റിൻ്റെ മുകളിൽ വരുന്ന പോകും ഇത് നോക്കിയണ്ട. ഇത്ര നീറ്റ് ആൻഡ് ക്ലീനുള്ളൊരു വണ്ടി ഉണ്ടാ. കറക്റ്റ് പ്രോപ്പറായിട്ട് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അഥവാ സർവീസ് ചെയ്യുന്ന സമയത്ത് ആണ് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ക്ലീനിങ് നടക്കുക. എൻജിൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓയിൽ എൻജിൻ ഓടാൻ മാത്രമല്ല, ഇതിൻ്റെ ക്ലീനിങ് പർപ്പസും കൂടിയാണ്. ലൂബ്രിക്കേഷൻ നടക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ക്ലീനിങ് കൂടി നടക്കും.